CPI നേതാവ് VS സുനിൽകുമാറാണ് ഇന്ന് പ്രസ് കോൺഫറൻസിലെ അതിഥി. സ്വാഗതം ശ്രീ VS സുനിൽകുമാർ. നമസ്കാരം. എന്നോടൊപ്പം ഉണ്ണി ബാലകൃഷ്ണനുണ്ട്. ഞാൻ സ്മൃതി പരുത്തിക്കാട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പലതവണ VS സുനിൽകുമാറുമായി ഇതേ പ്ലാറ്റ്ഫോമിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം പക്ഷെ നമ്മൾ കണ്ടുമുട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് താങ്കൾ പലപ്പോഴായിട്ട് തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലെ ചോദ്യങ്ങളിലേക്ക് കൂടി വരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശ്രീ സുനിൽകുമാർ, താങ്കളും താങ്കളുടെ പാർട്ടിയും അതുപോലെ തന്നെ ഇടതുപക്ഷവും വളരെ കൃത്യമായി വിലയിരുത്തിയിട്ടുള്ളതുപോലെ തൃശ്ശൂരിൽ LDF നിന്നും UDF നിന്നും ഒരുപോലെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന സുരേഷ് ഗോപി ഒന്നാം സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണമായി മാറിയതും. മറ്റ് ഘടകങ്ങളും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്, ക്രിസ്ത്യൻ വോട്ടിലെ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ. എൻ്റെ ഒരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളെന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ താങ്കളുടെ സഹോദര പാർട്ടിയായ CPM അവസരത്തിനൊത്ത് ഉയർന്ന് പ്രവർത്തിച്ചു എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? അതോ അവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നതുകൊണ്ട് കൂടിയാണ് ഈ പരാജയം സംഭവിച്ചത് എന്നൊരു വിലയിരുത്തൽ താങ്കൾക്കോ താങ്കളുടെ പാർട്ടിക്കോ ഉണ്ടോ? ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതിൽ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാളും 17,000 വോട്ടുകൾ കൂടുതൽ കിട്ടി ഞങ്ങളിപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് അവകാശപ്പെടാവുന്ന നിലയിലേക്ക് വോട്ടിംഗ് ഉയർന്നു വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ CPMൻ്റെ 10,000-കണക്കായ സജീവ പ്രവർത്തകർ ആത്മാർത്ഥമായി കൂടി പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ആ നിലയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്തൽ ഒരിക്കലും നടത്തുന്നത് ശരിയാവില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ ഇവിടെ പറയേണ്ടി വരും. അതേസമയം ഇടതുപക്ഷ കേന്ദ്രങ്ങളിലെ വോട്ടുകളുടെ ചോർച്ച എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതാണെന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം ആ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ തോന്നൽ CPMഉം തീർച്ചയായിട്ടും CPM അത് നന്നായി പരിശോധിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു വീഴ്ച സംഭവിക്കുന്നതായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവുന്നപ്പോഴാണ് ഇങ്ങനെ നമുക്ക് വോട്ട് ചോർന്നു പോയിട്ടുണ്ടോ എന്നുള്ളത്. അല്ലാതെ നമുക്ക് സാധാരണ നിലയിൽ നമ്മളൊക്കെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. താഴെത്തട്ടിലെ സഖാക്കളുമായിട്ടും ജനങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ആൾക്കാരാണ്. എന്നിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ അർത്ഥം CPM അങ്ങനെ ഇത്തരമൊരു തെരഞ്ഞെടുപ്പിൽ വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ല എന്ന് പറയാവുന്നതായ ഒരു കാര്യവും എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇടതുപക്ഷത്തിന് പൊതുവെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ ശ്രീ സുനിൽകുമാർ, തൃശ്ശൂർ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM ആണ്. അത് കഴിഞ്ഞാലാണ് CPI. മാത്രമല്ല ജില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ വലിയ രീതിയിൽ വലിയ വിജയം തുടർഭരണത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരു ജില്ലയുമാണ്. കരുവന്നൂർ അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വരാം. ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തു നിന്ന് വോട്ട് ചോർന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നല്ലൊരു ശതമാനം വോട്ട് ചോർച്ച സംഭവിക്കുക CPMൽ നിന്നാണ്. അവരാണല്ലോ അവിടുത്തെ ഒന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത്. അവിടെ തന്നെ K മുരളീധരൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, ഒരു അന്തർധാര അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് CPMഉം BJPയും എന്നുള്ള മട്ടിൽ. ഞാനതിനെ ഒരു രാഷ്ട്രീയ ആരോപണം എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത്. എങ്കിൽ കൂടിയും CPMൻ്റെ ഉറച്ച വോട്ടുകളിൽ ഒരു വിള്ളൽ വന്നിട്ടുണ്ട് എങ്കിൽ അതൊരു ചെറിയ കാര്യമാണോ? താങ്കൾ തന്നെ പറയുന്നു, ഇടതുപക്ഷത്തെന്ന് താങ്കൾ വളരെ മാന്യമായി പറയുന്നു ഒരു വലിയ വോട്ട് ഉയർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന്. പക്ഷേ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് CPMൽ നിന്നാണ്. അല്ല, അത് ഉണ്ണി, അത് നമുക്കൊരിക്കലും ഒരു ധാരണയുടെ പുറത്ത് വോട്ട് ചോർന്നു എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത് അത് രാഷ്ട്രീയ ആരോപണമാണെന്ന് ഉണ്ണി തന്നെ പറഞ്ഞതാണ് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. കാരണം കോൺഗ്രസ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ. ഇപ്പോൾ അവിടെ മുമ്പത്തെ MP ആയിരുന്ന TN പ്രതാപനും DCCയും അവസാനം K മുരളീധരൻ തന്നെ പറഞ്ഞൊരു കാര്യം BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്നുള്ളതാണ്. അങ്ങനെ BJPയും കോൺഗ്രസും തമ്മിലാണെന്ന് മത്സരം എന്ന് അവർ പറയുകയും
2019 തെരഞ്ഞെടുപ്പിൽ അവർ ഒന്നാം സ്ഥാനത്ത് വന്ന് സിറ്റിംഗ് എം പി ആയി അവിടെ സിറ്റിംഗ് എം പിയെ നേടിയെടുക്കുകയും ചെയ്തൊരു മണ്ഡലമാണ്. ഇതിനേക്കാളെല്ലാം ഉപരിയായി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും വൻതോതിൽ UDFന് അനുകൂലമായൊരു തരംഗം അവിടെ നമ്മുടെ കേരളം മുഴുവൻ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു തരംഗം ആഞ്ഞടിച്ച കേരളത്തിലെ ഒരു സിറ്റിംഗ് സീറ്റായിരിക്കുന്ന തൃശ്ശൂരിൽ കോൺഗ്രസിന് ലഭിക്കാൻ കഴിയാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി അവർ കൊണ്ടുവന്ന കെ മുരളീധരനെ പോലെയുള്ള പരിണിതപ്രജ്ഞനായ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും അവർക്ക് ഒന്നാം സ്ഥാനത്ത് വരാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അവർ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പോവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഈ വോട്ട് ചോർച്ചയിൽ CPMഉം CPIയും ഇടതുപക്ഷവും മാത്രം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഞാൻ അതിൻ്റെ പേരിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ പരസ്പരം അവിടെ DCC ഓഫീസിൽ നടന്നിട്ടുള്ള പിന്നെ വലിയ കലാപം അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശാരീരികമായ കടന്നാക്രമണം പോലും ഉണ്ടായ സംഭവങ്ങളുണ്ടായി. DCC പ്രസിഡന്റിനെതിരെയും സിറ്റിംഗ് MPക്കെതിരെയും അതുപോലെ തന്നെ ഒരു MLAക്കെതിരെയും രൂക്ഷമായൊരു തോതിൽ വോട്ട് മറച്ചു എന്ന് പറഞ്ഞുകൊണ്ടും കൈക്കൂലി വാങ്ങി വോട്ട് മറച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ കോൺഗ്രസ്സുകാർ തന്നെ ഉന്നയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും അവർ ഇടതുപക്ഷത്തിനകത്ത് അന്തഛിദ്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമെന്നുള്ളത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. അത് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ ഭാഗമായി ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഇങ്ങനെ പരസ്പരം CPMനെ ആരോപിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടും നമ്മൾ ഒരിക്കലും ഹിതമല്ലാത്ത രീതിയിൽ അവിടെ വോട്ടിൽ വന്നിരിക്കുന്ന മാറ്റത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ തുറന്ന സമീപനം എടുക്കുകയാണ് കോൺഗ്രസ് വേണ്ടത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മാത്രമല്ല, കോൺഗ്രസും CPMഉം CPI അടക്കമുള്ള ആളുകളും അവിടുത്തെ മതേതര ചേരിയിൽ നിൽക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി ചർച്ച നടത്തണം. നമ്മളിപ്പോഴും ചർച്ച ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. ശ്രീ സുനിൽകുമാർ, ഞാൻ ഒന്ന് ഇടപെട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഈ ഭാഗം ഞാൻ ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, കോൺഗ്രസിൽ നിന്ന് വോട്ട് ചോർന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ആ പാർട്ടി പരിശോധിക്കേണ്ടതാണ്. എങ്കിൽ കൂടിയും കേരള രാഷ്ട്രീയത്തിലെ ഒരു ചെറിയ സംഭവവികാസമല്ല തൃശ്ശൂരിൽ നിന്നുള്ള സുരേഷ് ഗോപിയുടെ വിജയം. സുരേഷ് ഗോപി ഇടതുപക്ഷ കോട്ടകളിൽ പ്രത്യേകിച്ച് CPIയുടെയും CPMൻ്റെയും ഒക്കെ അണികൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. എൻ്റെ ചോദ്യം, ഒരു സുപ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനമായിരിക്കുന്ന CPM, ഇടതുപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPM, അവിടെ സ്വന്തം അണികളെ തങ്ങളുടെ കൂട്ടത്തിൽ നിർത്തുന്നതിൽ വേണ്ടത്ര മുൻകരുതലെടുക്കാതെ പോയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഭാവിയിലേക്കുള്ള വലിയ ആശങ്കകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തുണ്ടാക്കിയ ഒരു മുന്നേറ്റമാണ് BJP തൃശ്ശൂരിൽ നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും എവിടെയൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം പരിശോധിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ CPMനെ പ്രതിസ്ഥാനത്ത് നിർത്താനേ ഒരു ശ്രമമില്ല കേട്ടോ, അങ്ങനെ ആലോചിക്കുകയേ വേണ്ട. ചോദ്യം വളരെ ഡയറക്റ്റാണ്. ഉത്തരവാദിത്തപ്പെട്ട ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ മുൻനിര പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ അണികളെ കൂട്ടത്തിൽ പിടിച്ചു നിർത്തുന്നതിൽ, അവിടെ ഒരു ചോർച്ചയുണ്ടാകുന്നത് തടയുന്നതിൽ വേണ്ടത്ര ജാഗ്രത CPM പുലർത്തിയിട്ടില്ല എന്നൊരു തോന്നലുണ്ടോ? അല്ല, നമ്മൾ ഈ തൃശ്ശൂരിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിയില്ല. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മണ്ഡലങ്ങളിലെ BJPക്ക് ഉണ്ടായിട്ടുള്ള വോട്ടുകൾ എവിടെയൊക്കെയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് പരിശോധിച്ചാൽ അത് പലയിടങ്ങളിലും, ആലപ്പുഴയിലാണെങ്കിലും ഈവൻ കണ്ണൂരിൽ പോലും ഇടതുപക്ഷത്തിൻ്റെ കേന്ദ്രങ്ങളിൽ BJPക്ക് വോട്ട് കിട്ടിയതായിട്ട് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് കേവലം ജാഗ്രതയുടെ മാത്രം, ഒരു തൃശ്ശൂരിലെ മാത്രം ഒരു ജാഗ്രതയുടെ മാത്രം പ്രശ്നമായി അതിനെ കാണുന്നതിന് പകരം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഡീവിയേഷൻ എന്തുകൊണ്ടാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായി കാണേണ്ടതാണ്.